ഭയങ്കര വിശപ്പായിരുന്നു. എന്നാൽ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്ത്. എന്നാൽ ഒരു ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കാം, എന്നാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് സവോളയും പച്ചമുളകും തേങ്ങയും ഉപ്പും കൂടി ഇട്ട് അതവിടെ തിരുമ്മി വെച്ചു. പിന്നെ നമ്മൾ ദോശയുടെ മാവ് ദോശക്കല്ലിൽ ചുട്ട് നമ്മൾ ദോശ പോലെ ആക്കി രണ്ട് വശം ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നു. അന്നേരപ്പത്തേന് നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മൾ സാധാരണ പഞ്ചസാരയും തേങ്ങയും അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും ഒക്കെ അല്ലേ വെക്കുന്നത്, ഇത് നമ്മൾ സവോളയും പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയത് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മറ്റേ സൈഡ് ഇങ്ങനെ അതിനകത്തേക്കിട്ട് മറിച്ചിട്ടിട്ട് സൈഡ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അല്ലെങ്കിൽ ഈ സവോളയൊക്കെ താഴെ പോകും കേട്ടോ, നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല അതിനകത്ത്. അപ്പോൾ ഈ ദോശ ഈ ചട്ടുകത്തിൻ്റെ ആ സൈഡും വെച്ച് ഇങ്ങനെ ഒന്ന് ഗോതമ്പായതുകൊണ്ട് അവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കും, ഇതൊന്നും താഴെ പോകത്തില്ല. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് ഞെക്കി പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അതവിടെ ഒട്ടിയിരുന്നു. പിന്നെ ഒന്നുകൂടെ തിരിച്ചിട്ടപ്പോൾ തന്നെ നല്ല മൊരിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം അതിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഓടി പോകുന്നത്. പിന്നെ ഒരു പ്രകാരം ഞാനതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ എന്താ പറയുന്നത്, ഒന്ന് തുറക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കണം, തണുത്ത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, ചൂടോടെ അതൊന്ന് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം ഗോതമ്പ് പൊടിയും കൊണ്ട് ഇങ്ങനെയും ചില വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു.